ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഷാജു. നമ്മൾ കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. ഷോർട്സുകളായിരുന്നു അധികം. ഇന്ന് ഞങ്ങൾ വളരെ നാൾക്ക് ശേഷം വട്ടവട പോവാണ്. വട്ടവട ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒരു 2 ദിവസത്തെ ട്രിപ്പാണ്. കാറിലാണ് പോകുന്നത്. മൂന്നാർ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ നിന്ന് വീണ്ടും ഉണ്ടല്ലോ വട്ടവട. മൂന്നാറിൽ നിന്ന് ഏകദേശം 47 കിലോമീറ്റർ വീണ്ടും പോകണം. നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട്. വീക്കെൻഡ് ആയാലും ശരി, നമ്മൾ അവധി ദിവസമായാലും മൂന്നാർ ടു വട്ടവട ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ ഇട ദിവസം തിരക്കില്ലാത്ത ദിവസം നോക്കി വരണം. അല്ലെങ്കിൽ ഞങ്ങൾ 2 മണിക്കൂർ പെട്ടു. അങ്ങനെ നമ്മൾ വട്ടവട എത്തുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ദൂരം കാട്ടിലൂടെ പോകുന്ന വഴിയാണിത്. നല്ലൊരു ഏരിയയാണ് കേട്ടോ. വളരെ സുന്ദരമായൊരു സ്ഥലം. ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മസനഗുഡി റൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിക്കുളത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ ഏതാണ്ട് ഇതുപോലെയാണ്. കുറച്ച് മുട്ടക്കുന്നിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു ഫീലിങ്. ഇവിടെ ശരിക്കും നമ്മൾ ഇറങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഏരിയ. നമ്മൾ കാടിൻ്റെ ഉള്ളിൽ നമ്മൾ മൃഗസാന്നിധ്യമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് പറയും, ഇവിടെ നമ്മൾ ഇറങ്ങരുത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം കൂടി, ഒരു 7 കിലോമീറ്ററോ 7 ഇല്ല, പോയി കഴിഞ്ഞാൽ വട്ടവട എത്തി. വട്ടവട ഗ്രാമം എത്തി. ഇതാണ് വട്ടവട ഗ്രാമത്തിൻ്റെ കവാടം. വട്ടവട ഗ്രാമം വില്ലേജാണ്. അതിൽ നിന്ന് ഉള്ള വട്ടവടയുള്ളൊരു കട്ടാക്കുന്നേൽ എന്താണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു തമിഴ് ഗ്രാമം, തമിഴ് വില്ലേജാണ്. അമ്പലം, ഗണപതിയാണ് പ്രതിഷ്ഠ. പയ്യൻ ബായ് പറയുന്നുണ്ട് നമ്മളെ നോക്കി. ശരിക്കൊരു നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ചെറിയൊരു സെൻറ്റർ. പച്ചക്കറി വിൽപ്പനയുണ്ട് അവിടെ. ഓട്ടോറിക്ഷ, അതുപോലെ അവിടെ റിസോർട്ടുകളുടെ ചില പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോയപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിലെത്തി. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള മഡ് ഹൗസ്. രസകരമായൊരു ഏരിയ ആണ് കേട്ടോ. ഒരു ചെറിയ ബാൽക്കണി പോലെയൊക്കെ സെറ്റ് ചെയ്ത്, ഇത് കംപ്ലീറ്റ് യൂക്കാലി മരങ്ങൾ കൊണ്ടും ഒക്കെ അടിച്ചുണ്ടാക്കിയിട്ടുള്ള സ്റ്റേജ് പോലത്തെ ബാൽക്കണി. ലൈറ്റ് ഉണ്ട്, വാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അകലെ നല്ല പാടങ്ങളും മലകളും. ഇതാണ് വട്ടവടയുടെ ഒരു ടിപ്പിക്കൽ ദൃശ്യം എന്ന് തന്നെ പറയാം. ഈ വീഡിയോ മുഴുവൻ ഇതേപോലത്തെ ദൃശ്യങ്ങളാണ്. അഗസ്റ്റേട്ടൻ ഉഷാറായിട്ട് എത്തി. ആള് വേഷമൊക്കെ മാറി. റൂം സെറ്റപ്പ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ റൂമാണെന്ന് പറയാം. ആളുടെ ഒരു കണക്ഷനിലാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൽ അവർ ഒരാൾക്ക് 800 രൂപ വെച്ച് സീസൺ അനുസരിച്ച് 1500 രൂപ വരെ മേടിക്കും, ഭക്ഷണം അടക്കം. ഇപ്പം ഞങ്ങൾക്ക് അത്ര ചാർജ് ചെയ്തില്ല. നമ്മളറിയുന്ന ബേസിൽ അത് ചാർജ് ചെയ്തില്ല. നല്ല അകലെ വേറെ റിസോർട്ടുകളൊക്കെ കാണാം കേട്ടോ. അവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ റിസോർട്ടുണ്ട്. എന്നിരുന്നാലും കറുത്തൊരു ടൈപ്പ് മണ്ണാണ് ഇവിടെ. നല്ല വളക്കൂറുള്ള. അതുകൊണ്ട് തന്നെയാണ് ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നതും. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ആ മലയുടെ മുകളിലെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ തണവുണ്ട് കേട്ടോ. നല്ല തണവുണ്ട്. ആകാശിമ്പായ കയ്യെ കൂപ്പി വെക്കണണ്ട. നല്ല തണവുണ്ട്.
ഒരു റിസോർട്ടിൻ്റെ അടുക്കള ഓഫീസ് ഒക്കെ ഒന്നുകൂടി സെറ്റാവാണ്ട്. എന്നിരുന്നാലും നല്ല ആംബിയൻസ് ആണ്. വൈകിട്ട് നമുക്ക് ക്യാമ്പ് ഫയറും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതാണൊരു ടിപ്പിക്കൽ വട്ടവട ദൃശ്യം. ജസ്റ്റ് ബ്രീത്ത് എന്നാണ് ഞങ്ങളുടെ ഈ റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾ പതുക്കെ അവിടുന്ന് തോട്ടങ്ങളിലേക്കൊക്കെ ഇറങ്ങി. ഞങ്ങളുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു തോട്ടം അത്. ഇത് നമ്മുടെ ബട്ടർ ബീൻസ് എന്നാണ് പറഞ്ഞത്. ബട്ടർ ബീൻസ്, ഗ്രീൻ പീസ് കഷ്ണം കണ്ടമാനോട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഗ്രീൻ പീസ് അല്ല, ബട്ടർ ബീൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ അപ്പുറത്തുള്ള ഒരു റിസോർട്ടാണ് ആ കാണുന്നത്, ഒരു വീട് മോഡല്. ഇവിടെയൊക്കെ ഇന്നലെ വൈകുന്നേരം ഭയങ്കര പാട്ടും ക്യാമ്പ് ഫയറും ഓളിയും ബഹളമൊക്കെ ആയിരുന്നു. നല്ല തണുവും ആയതുകൊണ്ടേ വൈകിട്ട് രസകരമായൊരു കാലാവസ്ഥയാണ് വട്ടവട. നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ ചൂട് ആയി തുടങ്ങിയല്ലോ, നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ തോട്ടങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു തോട്ടം കഴിഞ്ഞു. പിന്നെ കുറച്ച് ദൂരം ഇത് നമ്മുടെ അവിടെ ഈ കാക്ക പൂച്ച എന്ന് പറയുന്ന ചെടിയാണിത്. ഇത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ കാക്കയാണ് പൂച്ചയാണെന്ന് ചോദിക്കില്ലേ. ഇതിവിടെ കാണുമ്പോൾ ഒരു വയലറ്റ് കളറാണ്. സുധിമോൻ തൻ്റെ ക്യാമറ സ്കില്ലുകൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ആളിവിടെ മുരിക്കുംപൂവുണ്ട്. മുരിക്കുംപൂവ് നമ്മളെ ഏത് സിനിമയിൽ ഇന്നസെൻ്റ് പറയില്ലേ, എനിക്ക് ഏത് പൂവ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ മുരിക്കുംപൂവ്. മോശമൊന്നുമില്ല, നല്ല പൂവാട്ടാ മുരിക്കുംപൂവ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പൂവാണ്, റെഡ് കളറിൽ. അങ്ങനെ ഞങ്ങളൊരു അണ്ണൻ കൂട്ടിക്കൊണ്ട് പോവാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക്. പോകുന്ന വഴിയാണിത്. ആളവിടെ സ്ട്രോബെറി ഉണ്ട്, അതുപോലെ തന്നെ ബട്ടർ ബീൻസ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. ഇതൊക്കെ ആൾ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. പോകുന്ന വഴി പല ഐറ്റംസും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പല വിധത്തിലുള്ള കൃഷികൾ. ഇവിടെ ഈ തട്ടായിട്ടുള്ള കൃഷി രീതിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാതും മലകളാണ്. ഇതൊരു റിസോർട്ടിലേക്കുള്ള ഒരു വഴിയാണ്, വേറെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി. ഇങ്ങനത്തെ കുറേ റിസോർട്ടുകളുണ്ട് ഇവിടെ വട്ടവടയിൽ. ചെറിയ ഹോം സ്റ്റേ പോലത്തെയും ചീപ്പായിട്ടുള്ള റേറ്റിൽ കിട്ടും. ഒരു ദിവസത്തേക്ക് 1500, 1000 ഓഫ് സീസണിലൊക്കെ 1000-ന് കിട്ടും. ഇതാ അണ്ണൻ്റെ കാവൽക്കാരൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണ അണ്ണൻ്റെ വീട്ടിലത്തെ തോട്ടത്തിൻ്റെ കാവൽക്കാരൻ. ആൾ അടിപൊളിയാണ്. അവനെ കാണുമ്പോൾ ഒരു ചെന്നായി ലുക്കട്ടാ, ചെന്നായ. ഞങ്ങൾ അപകടകാരിയല്ല. പിന്നെ മുതലാളിയുടെ ഞങ്ങൾ വരണത്. ഇപ്പോൾ ഒരു ചെറിയൊരു വെള്ളമുണ്ട്. വെള്ളം ക്രോസ് ചെയ്ത് അത് ഈ നനേര ആവശ്യത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നത്, ഈ ചാലൊക്കെ. അങ്ങനെ തോട്ടത്തിൻ്റെ ഒരു സ്ഥലത്തെത്തി. ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഉള്ളത് സുധി, അതുപോലെ തന്നെ അഗശേട്ടൻ, പിന്നെ ജോസ് ഉണ്ട് നമ്മുടെ ഒപ്പം. ഈ റെഡ് ഷർട്ട് ഇട്ട് നിൽക്കുന്നത് ജോസാണ്, ഷീബ ജോസ്. ആളധികം നമ്മുടെ യാത്രകളിലൊന്നും വരാറില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ ഒപ്പം ഒരു യാത്ര വരുന്നത്. ഇത് ഈ ബീൻസാണ്, ബീൻസിൻ്റെ തൈകളാണ്. പിന്നെ മുളക്, പല കൃഷികളും അവർ ചെയ്യുന്നുണ്ട്.
ഒരേ തട്ടിൽ നിന്ന് ഒരു തട്ടിലേക്ക് ഇറങ്ങാൻ ഇങ്ങനെയുള്ള സ്ലോപ്പുകളാണുള്ളത്. ശ്രദ്ധിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ വഴിക്ക് വീഴും. മുട്ടാക്ക് ഫ്രെയിം താനാ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാട്ടോ വട്ടവട. വട്ടവട നല്ല ബ്യൂട്ടിഫുൾ രക്ഷയില്ല. മഴയും കൂടി ഉണ്ടെങ്കില ശരിക്കൊരു ബേസൻ പോലത്തെ ഒരു ഏരിയ ആണ് ഈ വട്ടവട. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഈ കാന്തല്ലൂരും ഏതാണ്ട് അതേപോലത്തെ ഒരു ക്ലൈമറ്റാണ്. അതുകൊണ്ടാണ് അവിടെ നല്ല തണവും നല്ല ഉയരത്തിലുള്ള ഒരു ബേസൻ. 4 ചുറ്റും മലകളാണ്. ഇത് കോവർ കഴുതിയാണ് കേട്ടോ അണ്ണൻ്റെ. ഇത് കുതിരയല്ല, ഇത് കുതിരയുടെ ഷേപ്പാണ്, പക്ഷേ ഇത് കോവർ കഴുതിയാണ്. കഴുതയും കുതിരയും കൂടിയിട്ടുള്ള മിക്സിങ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ നാളെ നല്ല കുതിര സ്റ്റൈൽ തന്നെയാണ്. ഇത് ആളുടെ ഇവിടെ ലോഡ് എടുക്കാനും വണ്ടിയുണ്ട്, വണ്ടീനെ കെട്ടി കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന കോവർ കഴുത. അങ്ങനെ ഈ തട്ടും കഴിഞ്ഞ് അടുത്ത തട്ട് കണ്ട അവിടെയാണ് ഈ സ്ട്രോബെറി. കഴുത അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇവനെ കാണുമ്പോൾ കുതിരയെന്ന് തോന്നണേ, പക്ഷെ ആള് പറഞ്ഞത് കോവർ കഴുതാന്ന് പറഞ്ഞത്. വീണ്ടും ഈ ബട്ടർ ബീൻസാണ് ഇവിടെ. അണ്ണൻ്റെ മെയിൻ കൃഷി ബട്ടർ ബീൻസാണ്. 1 കിലോന് 120 രൂപയോ 130 രൂപയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം അത് കൂടുതലാണെന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് സ്ട്രോബെറി തോട്ടത്തിലേക്ക്. സ്ട്രോബെറി കിലോന് 450 രൂപയ്ക്ക് ഞങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊട്ടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇടയ്ക്ക് ഓരോന്ന് കഴിക്കുകയും ചെയ്യാം, പൊട്ടിക്കുകയും ചെയ്യാം എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ പോണത്. അതാണ് അണ്ണനും അതുപോലെ നമ്മുടെ ജോസും, ഷീബ ജോസ് രണ്ടുപേരും കാര്യങ്ങൾ. ഷീബയ്ക്ക് ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകണം, അണ്ണനായിട്ട് ചർച്ച ചെയ്തിട്ട്. ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ വട്ടവട. അതാണ് നമ്മുടെ അണ്ണൻ്റെ സ്ട്രോബെറി തോട്ടം. ചേട്ടാ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അവരൊന്ന് പറക്കിയിട്ടുണ്ട്. കണ്ടാ സ്ട്രോബെറി നല്ല ചുമപ്പ് ഇല്ല, കുറച്ച് വെള്ള കളർന്നിട്ട് ഉള്ളതായാലും നല്ല ഇവിടുന്ന് കഴിക്കുമ്പോൾ നല്ല തണവും നല്ലൊരു പുളി കലർന്ന ഒരു ചെറിയ മധുരവും. അറിയാലോ സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റ്. നല്ല ജ്യൂസിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 3 കിലോ സ്ട്രോബെറി പൊട്ടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അണ്ണൻ പോയിട്ട് ആളുടെ മറ്റേ ബക്കറ്റും അതുപോലെ തന്നെ വെയിറ്റ് നോക്കാനുള്ള സ്പ്രിങ് ത്രാസൊക്കെ എടുത്ത് കൊണ്ടുവന്നു. സുധി വീണ്ടും തൻ്റെ ക്യാമറകൾ ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോബെറിയുടെ അടുത്തുള്ള വ്യൂ ആണ് കേട്ടോ. അടുത്തുനിന്ന് പച്ച ഇത് കണ്ട പഴുത്ത് കിടക്കുന്നു. ചിലത് കിളി കുത്തിയതുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു മണ്ണിൻ്റെ തിട്ട വെച്ചിട്ട് അതുമേ ഈ ഷീറ്റ് അടിക്കും. ഈ ഷീറ്റ് അടിച്ചിട്ട് ഷീറ്റുമ്പോൾ ചെറിയ തുളയുണ്ടാക്കിയിട്ടാണ് ഈ തൈ വെക്കുന്നത്. ഈ തൈ ഏകദേശം കണ്ടാ ഞങ്ങൾ പറക്കുകയാണ്. ജോസൊക്കെ നല്ല പറക്കലായിട്ട് ബന്ധപ്പെട്ട് തൈ ഏകദേശം 5-5.5 മാസം പ്രായമായ തൈകളാണ്. 5 മാസം കഴിഞ്ഞ് 6 മാസം ആകുമ്പോഴാണ് ഇത് ഉണ്ടായി തുടങ്ങുക. അത് നല്ലൊരു കാലയളവാണ്. ചെടിയാണെങ്കിൽ വളരെ ചെറിയ ചെടി. അപ്പോൾ ഈ ഷീറ്റ് ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഒന്ന് തണവ് നിലനിർത്താൻ, പിന്നെ ഇത് മുട്ടിയിട്ടല്ല കിടക്കാം മണ്ണിൽ. അപ്പോൾ അത് മണ്ണ് പറ്റും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കായാണല്ലോ, അതുകൊണ്ട് അത് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ മുട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് മഴക്ക് പറ്റില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ കളകൾ വേറെ വരില്ല. ഇത് മാത്രമുള്ള തുളയിലല്ലേ നമ്മൾ വെക്കണേ.
അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഈ ഷീറ്റ് ഇടുന്നതുകൊണ്ടുള്ള ഗുണങ്ങളത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി പറിച്ചു. 450 രൂപ വെച്ച് 3 കിലോ മേടിച്ചു. അണ്ണൻ്റെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങാണ്. നമ്മൾ ആ വന്ന വഴി തന്നെ നമ്മൾ മടങ്ങി റോട്ടിലേക്ക് വരികയാണ്. കാറ് നമ്മുടെ റോട്ടിലായിട്ടുള്ളത്. പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ഇത് നമ്മുടെ പൂച്ചക്കുട്ടിക്കായ എന്ന് പറഞ്ഞ പോലെ നല്ല മണമുള്ള കായില്ലേ, നമ്മുടെ അവിടേക്കുള്ളത് തന്നെ. പൂവും പല കളറ് പൂവും. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിട്ട പാതയിലൂടെ ഇടയ്ക്ക് പൂക്കളും തണുത്ത ചില ക്രോസിംഗ് ആയിട്ട് ചിലപ്പോൾ ചില അരുവികൾ ഉണ്ട്. അത് കണ്ട നല്ല തണുപ്പാട്ട വെള്ളം. കാണുമ്പോൾ നമ്മൾ വൃത്തികെട്ട വെള്ളമെന്ന് വിചാരിക്കും, പക്ഷെ നല്ല തെളിനീരാണ്, നല്ല തണുപ്പുമാണ്. പിന്നെ മഴക്കാലം അല്ലാത്തതുകൊണ്ട് അത്ര പച്ചപ്പില്ല. മഴക്കാലമാണെങ്കിൽ ഒന്നുകൂടി ഗ്രീനറി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ തോട്ടം കണ്ടു. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ പോയിരുന്നു. ജസ്റ്റ് മേലെ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ നമ്മൾ കാറിലേക്ക് പോവാണ്. കുറേ ദൂരമുണ്ടോ? സ്ഥലം മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പോകണം ഞങ്ങൾ. വട്ടവടയിൽ സ്ഥലം വില കുറവാണ്, നമുക്ക് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ള സംസാരവും ചർച്ചയായിട്ട് പോവാണ്. ഇവിടെ 4 ചുറ്റും ഞാൻ പറഞ്ഞില്ലേ മലകളാണ്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നമുക്കൊരു മലയുടെ നമ്മുടെ മുമ്പിൽ മല തന്നെയായിരിക്കും. അതാണ് ഈ തണവ്, ഇങ്ങനെ ഇത്ര തണവ്. രാത്രിയൊക്കെ നല്ല തണവായിരുന്നു കേട്ടോ. ഇപ്പോൾ കാലത്തും അത്യാവശ്യം തണവുണ്ട്. ഇവിടെ ഒരു തൊഴുത്തുണ്ട് കേട്ടോ അണ്ണൻ്റെ. ഇതിൽ ജല്ലിക്കെട്ടിനുള്ള കാളകളൊക്കെ ഉണ്ട് കാണാനേ, 2 എണ്ണം. അത് നേരത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതും ആ വകുപ്പിൽ പെട്ടിട്ടുള്ള ജല്ലിക്കെട്ട് ടീമാണെന്നുണ്ട്. ഇവരെ ശ്രദ്ധിക്കണേ, അടുത്തേക്ക് പോരെന്ന് പറഞ്ഞ ആള്. നല്ല ഉശിരുള്ള ടൈപ്പ് കാളകളായിരിക്കുന്നതാണ്. ജല്ലിക്കെട്ടിന് ആൾ പോകാറുണ്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ വട്ടവട ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. നല്ല സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ്. കുറച്ച് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളുണ്ട്. ചെറിയ റോഡുകളുണ്ട്, കോൺക്രീറ്റ് റോഡുകൾ, ചിലത് പൊട്ടിപ്പൊളഞ്ഞുണ്ട്. അങ്ങനെ ആ റോഡ് നിർമ്മാണം ഒന്നുകൂടി ഇത് വരാണ്ട്. ഇതാണ് ജോസും അഗസ്ത്യമ്പായും സുധേഷും. അങ്ങനെ ഞങ്ങൾ പതുക്കെ മടങ്ങാണ്. ക്ലൈമറ്റാണ് ഇവിടെ പ്രാധാന്യം. പിന്നെ പച്ചക്കറി വാങ്ങാം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വട്ടവടയിൽ നിന്ന് മൂന്നാർ റൂട്ടിലേക്ക് കടന്നു. ആ വഴിയിൽ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളുണ്ട്, കണ്ണന്തായവൻ്റെ. പിന്നെ നമുക്ക് ഇവിടെ വന്ന മെയിനായിട്ട് പച്ചക്കറികൾ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ വാങ്ങാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ തൃശ്ശൂർക്ക് മടങ്ങാണ്. വളരെ ദൂരം ഇനി സഞ്ചരിക്കണം. ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.